ഹലോ, എൻ്റെ വഴുതനേൻ്റെ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ വഴുതന കണ്ടില്ലേ, കൊല കൊലയായിട്ട് ഇങ്ങനെ നിൽക്കണ്. എന്ത് രസമല്ലേ കാണാൻ. നമുക്കിത് രാവിലെ ഒരു 6:45 കേട്ടോ സമയം. ഞാൻ ഇന്ന് രാവിലെ നീറ്റായി ടെറസിൻ്റെ മുകളിൽ വന്ന് എൻ്റെ പച്ചക്കറികളൊക്കെ നോക്കി എല്ലാം രാവിലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒക്കെയാണ് ഞാൻ പിന്നെ രാവിലെ അടുക്കളയ്ക്ക് പോകലുള്ളൂ. വെള്ളരി കണ്ടില്ലേ, ചട്ടിയിൽ കിടക്കണുണ്ടല്ലേ, എന്ത് ഭംഗിയല്ലേ കാണാൻ തന്നെ, എന്ത് രസമാണെന്നറിയാം. എന്താ ചീരണ്ട്, ഈ ചട്ടിയിലുണ്ട് ഒരു കുഞ്ഞു വെള്ളരി ഉണ്ടാവണം. നമ്മൾ ഈ വേസ്റ്റ് കൊടുന്നിടുമ്പോഴേ അതിൽ വിത്ത് ഉണ്ടാവുമല്ലോ, അങ്ങനെ മുളക്കണതാണ്. അങ്ങനെ ഇത് നമ്മളല്ലാതെ നമ്മളിതൊന്നും നടണമെന്നല്ല അതൊന്നും. എന്താ ഇതും പൂവിട്ടിക്കണോ, ഇതിലും ഉണ്ടാവും ഇപ്പോൾ കായ. ഉണ്ടാവുമ്പോൾ കിടക്കട്ടെ ആയിരിക്കും, പറിച്ച് കളയൂല. അതുമ്പോൾ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ വിചാരിച്ചിട്ടേ. ഇത് പയറാണ്, ഇതിപ്പോൾ നട്ട പയറാണ്. കുറേ പയർ നമ്മൾ പറിച്ചിട്ടുണ്ട് അപ്പുറത്ത്. എന്താ തക്കാളിയൊക്കെ പൂവും കായൊക്കെ പിടിച്ച് ഒരു പഴുത്ത തക്കാളി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. നിറയെ തക്കാളിയൊക്കെ അങ്ങനെ. ഇതൊന്നും വിത്ത് വാങ്ങിയിട്ടുണ്ടായില്ല കേട്ടോ, നമ്മൾ കേട് വരുന്ന തക്കാളി ഉണ്ടാവുമല്ലോ, അത് അങ്ങനെ ഓരോ ചട്ടിയിലും കൊടുന്നങ്ങോട്ട് കളയുന്നതാണ് അതിൽ. അവിടെ കിടന്നുണ്ടാവും. അപ്പോൾ പിന്നെ നല്ല തൈ വരുമ്പോൾ ഞാൻ ഓരോ ചട്ടിക്ക് മാറ്റി വെക്കും. അങ്ങനെയാണ് എൻ്റെ തക്കാളിയൊക്കെ. ഒന്നും വിത്ത് വാങ്ങിയിട്ട് ഉണ്ടാക്കണതും നല്ലതൊന്നും. ചട്ടി വാങ്ങിയിട്ട് അതിലിങ്ങനെ വെക്കും. ആ ചീര ഉണ്ടല്ലേ, ചില ചട്ടിയിലൊക്കെ ഓരോ ഇത് ഉണ്ടാവുള്ളൂ, പക്ഷെ അതിന്മേൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. അത് മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ ഈ ചീര, പഴുത്തുണ്ടാവുമല്ലോ. ഇതെൻ്റെ കോളിഫ്ലവർ ഇതാ പൂവിടൽ തുടങ്ങിയിട്ടോ. അതാ കുഞ്ഞു കോളിഫ്ലവർ വരുന്നുണ്ടല്ലേ. എന്നും എനിക്കിത് നോക്കലേ വേണ്ടിട്ടോ. ക്യാബേജ് എത്രയായി, കോളിഫ്ലവർ എത്രയായി എന്നിങ്ങനെ എന്നും വന്ന് നോക്കും ഞാൻ. ഇതൊക്കെ എന്നാ എടുക്കാനാവുമെന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ ഫസ്റ്റാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. കോളിഫ്ലവർ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ടൊക്കെ ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ. ഇത് പുതിനയാണ്. പുതിന ഞാൻ ഒഴിയണ ചട്ടിയിലേക്കൊക്കെ ഞാൻ അങ്ങനെ ചെറിയ ചെറിയ ചട്ടികളും പാത്രങ്ങളൊക്കെ കിട്ടുമ്പോൾ അതിലേക്കൊക്കെ തലനുള്ളി വെക്കും. അപ്പോൾ അതിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പുതിന നമുക്ക് കടയിൽ നിന്ന് വാങ്ങണ്ട. ഇത് ക്യാരറ്റാണ്. ക്യാരറ്റ് എങ്ങനെയാണ് വിളവെടുപ്പ്, എങ്ങനെയാണ് എപ്പോഴാണെന്നൊന്നും അറിയില്ല. തൈ കിട്ടിയപ്പോൾ അതവിടെ വെച്ചു, ഉണ്ടായി, അത്രേ ഉള്ളൂ. ഇത് ബീട്രൂട്ടാണ്. ഇതും തന്നെ തൈ കിട്ടിയപ്പോൾ അങ്ങനെ ഇത് നട്ടതാണ്. നോക്കാം ഉണ്ടാവുമല്ലേ എന്ന്. ഇത് ചീരച്ചെമ്പാണ്. ഇത് ഞങ്ങൾ ഒരിക്കൽ ഉപ്പേരി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടോ ഉപ്പേരി വെച്ചാൽ. അപ്പോൾ അതെല്ലാം ഉണ്ടാവുന്നുള്ളൂ. ഇത് എനിക്കൊരു ആമ്പലിൻ്റെ തൈ കിട്ടിയതാണ്, ചെറിയൊരു കുഞ്ഞു തൈ കിട്ടിയതാണ്. അപ്പോൾ ഞാനൊരു ബക്കറ്റിൽ വെള്ളത്തിൽ ഇട്ടതാണ്. അപ്പോൾ അത് ഇതാ ഇലയൊക്കെ അങ്ങനെ ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു. ആ വീട്ടിൽ നല്ല ഭംഗിയാണ് കാണാൻ ആമ്പൽ നിൽക്കണതാണ്. അങ്ങനെ പയറിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞതാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഓരോ പയറുണ്ടോ ഉണ്ടല്ലേ. ഈ വെള്ളിയൊക്കെ ഇനി നമുക്ക് ഒഴിവാക്കിയിട്ട് ഇനി അതിൽ വേറെ എന്തെങ്കിലും വെക്കണം. അവിടെ ഇപ്പോൾ ഒരു കുഞ്ഞു മത്തന് ഇതുവരെ ഉണ്ടായില്ല. ഇപ്പം അതാ വള്ളിയൊക്കെ ഉണങ്ങാൻ തുടങ്ങിയപ്പോൾ ഒരു കുഞ്ഞു മത്തൻ അവിടെ ചാഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ടേ.